ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ദുബായിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിലെ അവസാനത്തെ എപ്പിസോഡാണിത്. നാലാമത്തെയും അവസാനത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, എല്ലാവരും ഫുൾ കാണാം. ഈ വീഡിയോയിൽ ഞങ്ങൾ മസ്കറ്റിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തതാണ് കാണിക്കുന്നത്. ഞങ്ങൾക്കൊരു പകൽ പോകാൻ പറ്റിയിട്ടുള്ള മാക്സിമം സ്ഥലങ്ങളിൽ ഞങ്ങളന്ന് പോയി. നല്ല ചൂടായിരുന്നു. ചൂട് ദുബായിലുള്ളതുപോലെ തന്നെ നല്ല ചൂടായിരുന്നു മസ്കറ്റിലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ ആദ്യം പോയത് ഒമാൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മത്ര സൂക്കിലേക്കാണ്. ഈ സൂക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പഴയ കാലത്തെ ഒരു അറേബ്യൻ വിപണി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. ചെറിയൊരു വഴിയിലൂടെ ഉള്ളിലേക്ക് കയറിയാൽ ഒരു വിസ്മയമാണ് തന്നെയാണ് ഉള്ളിൽ. ഒമാനികളും മലയാളികളും പാകിസ്ഥാനികളും അങ്ങനെ പല പല രാജ്യത്തുള്ള ആളുകളും ചെറിയ കടകളായിട്ട് പല രീതിയിലുള്ള ബിസിനസ്സുകൾ, വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ചെരുപ്പ്, ബാഗ്, ഷൂസ്, അങ്ങനെ പല സാധനങ്ങളും, പൈസസ്, മൊബൈൽ ഫോൺസ് അടക്കമുള്ള എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു വലിയ ചെറിയ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഊതും അത്തറും അങ്ങനെ എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ മത്ര സൂക്ക്. മത്ര സൂക്കിലെ കാഴ്ചകൾ കാണാൻ ഒരുപാട് വിദേശികളും സ്വദേശികളൊക്കെ വരുന്നുണ്ട്. പിന്നെ കാഴ്ചകൾ കാണാനും സാധനങ്ങൾ വാങ്ങാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കാരണം നല്ല കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ അലങ്കാര വസ്തുക്കൾ ഓരോന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. മത്ര സൂക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അൽ മിറാനി കോട്ട കാണാൻ വേണ്ടിയിട്ടാണ്. അറേബ്യൻ കടലിൽ അഭിമുഖമായി നിൽക്കുന്ന 3 കോട്ടകളിൽ നിന്നുള്ള ഒരു കോട്ടയാണ് അൽ മിറാനി കോട്ട. നമുക്ക് പൊതുജനങ്ങൾക്കും ടൂറിസ്റ്റിനൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുള്ള കോട്ട അൽ മിറാനി കോട്ടയാണ്. മറ്റ് 2 കോട്ടകളും പോലീസും മറ്റും അവരും ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഈ കോട്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പോർച്ചുഗീസ് സൈനികരാണ് ഈ കോട്ട ഉണ്ടാക്കിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിന് മുമ്പേ അവിടെ ഒരു അറബി കോട്ട ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാലും പോർച്ചുഗീസുകാരാണ് ഇതൊരു വലിയൊരു സൈനിക കോട്ടയായിട്ട് വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അതൊരു ഇന്ത്യയിൽ നിന്നുള്ള അന്നത്തെ ഒരു വ്യാപാരത്തിനുമൊക്കെ മറ്റും പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സുരക്ഷാ കേന്ദ്രമായിരുന്നു ഈ കോട്ട. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത അനസത മ്യൂസിയം നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഫോർട്ട് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ അറേഞ്ച് ചെയ്തിരിക്കണം. നല്ല ടൂറിസ്റ്റ് അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ലിഫ്റ്റ് അടക്കം വെച്ചിട്ടുണ്ട്. ഇതുപോലെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ നമുക്ക് കാണാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ട് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടായിരിക്കണം അവിടെ ഉണ്ടല്ലോ. അനസ് പറഞ്ഞതുപോലെ തന്നെ ഈ കോട്ടക്കുള്ളിൽ കടന്നത് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ വളരെ ഒരു അടിപൊളി വ്യൂ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇതിൻ്റെ മേലിൽ നിന്നുള്ള വ്യൂ. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. ഈ കോട്ടയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്തൊരു നല്ലൊരു കോഫി ഷോപ്പുണ്ട്. അതുപോലെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിനകത്ത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അന്നത്തെ ആയുധങ്ങളായിട്ടുള്ള പല തരത്തിലുള്ള തോക്കുകൾ, വാളുകൾ, പീരങ്കികൾ ഒക്കെ ഉണ്ടായിരുന്നു.
ഒമാനിലെ പല ഒഫീഷ്യൽ പരിപാടികൾക്കും ഈ കോട്ട എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ കോട്ടേൻ്റെ അടുത്ത് തന്നെയുള്ള സുൽത്താൻ മഹലും അൽ ജലാലി കോട്ടയൊക്കെ ചേരുമ്പോൾ അതൊക്കെ അതിൻ്റെ ഈ മേലിൽ നിന്ന് വ്യൂസും ഒക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു രാജകീയ ഭംഗിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആയിരത്തി 1995 പണിയാരംഭിച്ച് 2001 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെട്ട മസ്കറ്റിലെ ഒരു അത്ഭുതം തന്നെ പറയാവുന്ന ഒന്നാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദ്. ഒമാനിൻ്റെ മുൻപത്തെ സുൽത്താനായിട്ടുള്ള സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 4,16,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഈ പള്ളി 20,000-ലും അധികം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ പള്ളിയുടെ വലിയൊരു പ്രത്യേകത പള്ളിയുടെ സെൻട്രലായിട്ട് മേളിൽ കാണുന്ന ക്രിസ്റ്റൽ ലൈറ്റാണ്. അതൊരു കാണുന്നതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ആ ഒരു വലിയ ലൈറ്റ്, ഈ സ്ക്രീനിൽ കാണുന്ന ഈ വലിയ ലൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹയ്യ അലൽ ഫലാഹ്. പള്ളിയുടെ വേറൊരു പ്രത്യേകതയാണ് 60 മീറ്റർ നീളവും 70 മീറ്റർ വീതിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റുകൾ ഒന്നായിട്ടുള്ള പേർഷ്യൻ കാർപ്പറ്റാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. പള്ളിയുടെ പുറത്തു നിന്നുള്ള കാഴ്ചകളും പള്ളിയുടെ അകത്തെ കാഴ്ചകളും മെയിനായിട്ട് പള്ളിയുടെ വൃത്തി, അത് ചുറ്റുമുള്ള അതിൻ്റെ ഒരു പരിപാലനം ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മസ്കറ്റിലെ റോഡിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഈ യാത്ര നല്ല ഒമാനി ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ ഗൂഗിളൊക്കെ തപ്പി റോസ്ന എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ റെസ്റ്റോറൻറ്റ്, വളരെ വിശാലമായിട്ട് ഇരിക്കാനും നല്ല സൗകര്യമുള്ളൊരു പക്ക ഒമാനി കുസിൻ റെസ്റ്റോറൻറ്റ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞങ്ങളൊരു 10-20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അവിടെയുള്ള ഞങ്ങൾ മട്ടൻ ഷുവ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത്. കാരണം അതാണ് ഒമാനിലെ ഒരു പ്രധാനപ്പെട്ട ഡിഷാണത്. മട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ്, കുഴിയിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് മട്ടൻ പുഴുങ്ങുന്നൊരു സാധനം. അത് ഓർഡർ ചെയ്ത് കഴിക്കാൻ ഞങ്ങൾ മെയിനായിട്ട് പോയത്. കിട്ടി, മട്ടൻ ഷുവ കിട്ടി ഞങ്ങൾക്ക്. അതുപോലെ ഫിഷ് വെച്ചിട്ടുള്ളൊരു ബിരിയാണി പോലെ തന്നെ, ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബിരിയാണി പോലെ തന്നെ വേറൊരു സാധനങ്ങളോ ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വളരെ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളീസ് വളരെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാം. ബാക്കിയൊക്കെ ഒമാനികളായിരുന്നു. ആസും സാദിക്കും ഞാനൊക്കെ ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചതിൻ്റെ ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ ടോയ്ലറ്റൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം അവിടുത്തെ ഹാൻഡ് വാഷ് സൗകര്യങ്ങളും അവിടുത്തെ ടോയ്ലറ്റും മറ്റും ഒരു ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കിയതുപോലെ തോന്നി. അവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ മേൽക്കൂര, അവിടുത്തെ ഒരു സെറ്റപ്പ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് മസ്കറ്റിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശം കാണാനാണ്.
ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഒരു നാച്ചുറൽ ലഗൂണാണിത്. സുന്ദരമായ കുന്നുകളും ദ്വീപുകളൊക്കെ ആയിട്ട് ഇതിൽ ചുറ്റപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു കുന്നിൻ്റെ മേലേക്കാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോവുകയാണ് ബീച്ചിലേക്ക്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ബീച്ചും നല്ല നീല വെള്ളമാണ്. നമ്മൾ പിന്നെ ഈ ബീച്ചിലേക്ക് ഇങ്ങനെ ഈ കുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകുന്ന ഒരു ബീച്ച് നമ്മൾ വളരെ കുറവാണ് കണ്ടിട്ടുണ്ടാവുക. വളരെ കുറവ് തന്നെ. പാറകൾക്കിടയിലൂടെ നമ്മളൊരു ബീച്ചിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക വളരെ അപൂർവമായിരിക്കും. സാധാരണ നമ്മളൊരു ബീച്ചിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നു, നേരെ മണൽത്തിട്ടിലേക്ക് നടക്കുന്നു. ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ നിങ്ങൾ മലകൾക്കിടയിലൂടെ കടലിൽ നിന്ന് വെള്ളം വന്നിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒരുപാട് ആളുകൾ ക്യാമ്പ് ചെയ്യാനും വന്നിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയാണെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കയാക്കിങ്ങും സ്നോർക്കലിങ്ങും ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. ഒരുപാട് വിദേശികളും സ്വദേശികളായിട്ടുള്ള ആളുകൾ നീന്താനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബന്ദ്രൽ ഹൈറാൻ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോസ് കണ്ടപ്പോൾ പോലും അവിടെ പോയപ്പോൾ ഇത്ര ഒരു അടിപൊളി സ്ഥലമായിരിക്കും, ഇത്ര നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമായിരിക്കും എന്ന് വിചാരിച്ചില്ല. കാരണം ഒമാനിലും മസ്കറ്റിലൊക്കെ പൊതുവേ ഇപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂട് സമയത്ത് വൈകുന്നേരം അവിടെ പോയി നിന്നപ്പോൾ ആ ചൂട് നമുക്ക് അനുഭവപ്പെട്ടതേ ഇല്ല. കാരണം ഒരു തണുത്ത ഒരു കുളിർക്കാറ്റുണ്ടായിരുന്നു. പറയുമ്പോൾ മസ്കറ്റിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഈ സ്ഥലത്തേക്ക്, 25 കിലോമീറ്ററേ ഉള്ളൂ. എങ്കിലും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ആദ്യം മേളിൽ നിന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ബീച്ചിൻ്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിയത്. അത്യാവശ്യം ഒരു തണുത്തുള്ളൊരു വെള്ളമായിരുന്നു ആ സമയത്ത്. സൂര്യോദയം സൂര്യാസ്തമൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ബന്ദ്രൽ ഹൈറാൻ. ബന്ദ്രൽ ഹൈറാനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് ദുബായിലേക്കുള്ള തിരിച്ചുള്ള യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ ഞങ്ങൾ സാദിഖിൻ്റെ ഒരു സുഹൃത്തിനെ കാണാനും അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇറങ്ങി. ഒമാനിൽ വന്നിട്ട് ഒമാൻ ഹലുവ വാങ്ങിക്കണ്ടേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി. വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ള, വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള ഒരു ഒമാനിയായിരുന്നു അവിടെ. ഞങ്ങൾക്ക് അവിടെയുള്ള എല്ലാ ഹലുവകളും ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ റൂമിലേക്കൊക്കെ ഓരോ ബോക്സ് ഹലുവ വാങ്ങിച്ചു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അവിടുത്തെ ഹലുവ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ റെസ്റ്റോറൻറ്റിൽ മൊത്തം സ്റ്റാഫുകളെല്ലാവരും മലയാളികളായിരുന്നു. രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം ബന്ദ്രൽ ഹൈറാനിൽ നിന്ന് ഒരു 5 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് ദുബായിൽ എത്താമെന്നുണ്ടെങ്കിൽ. ഞങ്ങൾ ഹത്ത വഴിയുള്ള ബോർഡർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ക്രോസിങ്ങൊക്കെ നടന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒമാനിലെ ബോർഡറിലായാലും UAE ബോർഡറിലായാലും ഇപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ രാത്രി ആയതുകൊണ്ടും തിരക്കില്ലാത്തതുകൊണ്ടും കുറച്ച് സെക്യൂരിറ്റി ചെക്കിൻസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബോർഡർ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യാൻ കഴിഞ്ഞു. 2 ദിവസമായിട്ട് തുടർന്ന് ഞങ്ങൾ ദുബായ് മസ്കറ്റ് സോഹാർ വഴിയുള്ള മസ്കറ്റ് യാത്ര റോഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള 3 വീഡിയോസും ഈ വീഡിയോയും ഒക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും ഒരുപാട് യാത്രകളൊക്കെ ആയിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് വരും. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമുള്ള പ്രോത്സാഹനങ്ങളും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഞങ്ങളങ്ങനെ ദുബായിലെത്തിയിരിക്കുകയാണ്. നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബൈ. ഗുഡ് നൈറ്റ്. അതൊക്കെ ബൈ.